വെൽക്കം ബാക്ക്. ഇനി ഒരു അതിഥിയുമായാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇന്ന് നമ്മോടൊപ്പം ദേപുട്ടിലെ ഷെഫ് സിനോയിയാണ്. നമുക്കൊരു ഇറ്റാലിയൻ ഡിഷ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം സിനോയ് ഷെഫ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇറ്റാലിയൻ ഡിഷ് ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഷെഫിന്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കാം. വെൽക്കം ഷെഫ്. ഇന്ന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മാതിരി തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ മാതിരി സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്ന ഇറ്റലിയിൽ കോമൺ ആയിട്ട് മീൻസ് ഇപ്പൊ ഇന്റർനാഷണൽ ലെവലിൽ കോമൺ ആയിട്ട് പോകുന്ന ഒരു ഐറ്റമാണ് സ്പെഗറ്റി ബൊളോഗനൈസ്. നമുക്ക് ആ ഡിഷ് വളരെ സിമ്പിൾ ആയിട്ട് വായിൽ കൊള്ളണില്ല. സ്പെഗറ്റി ബൊളോഗനൈസ് റിച്ച് ഫുഡാണ്. ഇറ്റാലിയൻ ഫുഡ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ റിച്ച് ഫുഡുകളാണ്. ഇതും ഒരു റിച്ച് ആണ്. കാരണം അവർ യൂസ് ചെയ്യുന്ന ഒലിവ് ഓയിൽ, പിന്നെ മീറ്റ് കണ്ടന്റ് കൂടുതൽ യൂസ് ചെയ്യും. അതുപോലെ തന്നെ ആവശ്യത്തിലധികം ചീസും കഴിക്കും. അപ്പൊ അവരുടെ ഫുഡുകളെല്ലാം റിച്ച് ആണ്. അങ്ങനത്തെ ഒരു റിച്ച് ഐറ്റം ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. എന്നാൽ സിമ്പിൾ ആണ്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇതിന് എന്തൊക്കെയാ വേണ്ടത്? അതിന് വേണ്ടുന്നത് പേരിൽ തന്നെയുണ്ട് സ്പെഗറ്റി ബൊളോഗനൈസ്. അതിന് സ്പെഗറ്റി ബൊളോഗനൈസ് ഒരു സോസ് ആണ്, ബീഫ് ബേസ്ഡ് സോസ് ആണ്. അതിന് വേണ്ടുന്ന ബീഫ്, ഓണിയൻ, ഗാർലിക്, ടൊമാറ്റോ സോസ്, ഒലിവ് ഓയിൽ ആൻഡ് ഹെർബ്സ്, കുറച്ച് വെജിറ്റബിൾസ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. വളരെ കുറച്ച് ഐറ്റംസ് മതി. റിച്ച് ആണ്. കൂടുതൽ കലോറി കൂടിയ ഐറ്റംസ് ആണ് അവർ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. കുറച്ച് ഒലിവ് ഓയിൽ യൂസ് ചെയ്യാം നമുക്ക്. ഷെഫ് പറഞ്ഞ മാതിരി നമ്മൾ ഒലിവ് ഓയിൽ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒലിവ് കായ്കൾ ഒരുപാടുള്ള സ്ഥലം. അപ്പോൾ അവർ കൂടുതലും യൂസ് ചെയ്യുന്നത് പ്യുവർ വെർജിൻ ഒലിവ് ഓയിലാണ്. കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യണ പോലെ അവർക്ക് നമുക്കിവിടെ നാളികേരം അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ അവിടെ കിട്ടുന്ന ഒലിവ്സാ കൂടുതൽ ഒലിവ് ഓയിൽ യൂസ് ചെയ്യുന്നു. ഓൾമോസ്റ്റ് എല്ലാ ഡിഷിലും ഒരു ഗാർലിക്കും ഓണിയൻസും യൂസ് ചെയ്ത് ഒന്ന് സോട്ട് ചെയ്തിട്ടാണ്. അത് സോട്ട് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ ഫ്ലേവർ ആ ഡിഷിലേക്ക് കിട്ടും. അതിനുശേഷമാണ് ബാക്കി എന്താണ് ഇപ്പൊ പാസ്ത ആണെങ്കിലും പാസ്ത എല്ലാ ഐറ്റത്തിലും ഒലിവ് ഓയിൽ, ഓണിയൻ, ഗാർലിക് ഇത് മസ്റ്റ് ആയിരിക്കും. പിന്നെ ചീസും. സോ നമുക്ക് ഫെമിലിയർ ആണ് പിസ്സ. അതും അതുപോലെ തന്നെ ഒലിവ് ഓയിലാണ് അതിന്റെ വെജിറ്റബിൾസ് എല്ലാം സോട്ട് ചെയ്യുന്നത്. ചീസാണ് ടോപ്പിംഗിൽ വരുന്നത്. ചീസും അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ റിച്ച്നെസ്. അതെ, ചീസ് കൂടുതൽ കലോറി കൂടിയതാണല്ലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചട്ടി ചൂടായിട്ടുണ്ട്. നമ്മളുടെ കുറച്ച് ഗാർലിക്, ഒനിയൻസ്, ഈ ഓണിയനും ഗാർലിക്കും എത്ര ഫൈനായിട്ട് അരിഞ്ഞിട്ടില്ല അല്ലേ? ഫൈനായിട്ട് അരിയും തോറും നമുക്ക് കുക്കിംഗ് ടൈം സേവ് ചെയ്യാൻ പറ്റും. പെട്ടെന്ന് സോട്ട് ആയി കിട്ടും. നമ്മൾ ഇന്ത്യൻ ഫുഡുകളിൽ ഇങ്ങനെ ഓണിയൻ ഗാർലിക്കൽ ശരിക്കും ഫൈനായിട്ട് ഇങ്ങനെ സോട്ട് ചെയ്യും. അവരുടെ ഫുഡിന് അത്ര സോട്ട് ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് പച്ച സ്മെല്ല് പോയി കഴിയുമ്പോഴേക്കും അടുത്തായിട്ട് മിക്സ് ചെയ്യും. ഒന്നിന്റെ മെയിൻ ഫ്ലേവറുകൾ അവർ ലൂസ് ഔട്ട് ചെയ്യില്ല. നാച്ചുറൽ ഫ്ലേവർ അതിലുണ്ടാവും. ഓരോന്നിന്റെ ഫ്ലേവർ എടുത്ത് കാണിക്കും കഴിക്കും. ഇറ്റാലിയൻ ഫുഡൊക്കെ കഴിക്കും. മീറ്റ് ഐറ്റംസ് ആയാലും അവർ ഫൈൻ മീറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് മസിൽസ് ഉണ്ടാവില്ല, ഫൈബേഴ്സ് ഉണ്ടാവില്ല. പ്യൂർ മീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഫാറ്റ് കണ്ടന്റ് എല്ലാം റിമൂവ് ചെയ്തിട്ട് പ്യൂർ മീറ്റ് ആയിട്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. നമ്മൾ അതുപോലെ തന്നെയാണ് നമ്മുടെ മീറ്റിനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഒണിയനൊക്കെ ജസ്റ്റ് ഒന്ന് അതിന്റെ പച്ചമണം പോയി കുക്കാവുന്നതോടെ അത് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. കുറച്ച് ഉപ്പിടാം. അപ്പൊ പെട്ടെന്ന് കുക്കാവും. ഉപ്പിടുമ്പോൾ അതിലുള്ള വാട്ടർ ലൂസ് ഔട്ട് ചെയ്യും. പുറത്തേക്ക് വരുന്നത് കാണാൻ പറ്റും നമുക്ക്. ഇപ്പൊ നമ്മള് സോസാണ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സ്പെഗറ്റിക്ക് വേണ്ടുന്ന ബൊളോഗനൈസ് സോസാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബൊളോഗനൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ അവർക്ക് ഒരുപാട് സോസുകളുണ്ട്. അതിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സോസാണ് ബൊളോഗനൈസ് സോസ്. ടൊമാറ്റോ ബേസ്ഡ് ആയിട്ടൊരു സോസാണ്. അത് ഡിഫറെന്റ് ടൈപ്പ് പാസ്തകൾ അവർ ഹോം മെയ്ഡ് പാസ്താസ് ഉണ്ട്. ഈ സോസ് റെഡി ആയിട്ടുണ്ടാവും. പിന്നെ പാസ്തകളായിരിക്കും ഓരോ ദിവസം ചേഞ്ച് ചെയ്യുന്നത്. സോസ് ബേസ്ഡ് ആണ്, സെയിം ആയിരിക്കും. ഓരോ ടൈപ്പ് ഹോം മെയ്ഡ് പാസ്താസ് ഉണ്ടാക്കിയിട്ട് ഈ ബൊളോഗ്നൈസ് സോസിൽ മിക്സ് ചെയ്തിട്ട് കഴിക്കും. അപ്പോൾ ഓരോ ഫ്ലേവറിലും കഴിക്കാൻ പറ്റും. കുക്കാവുന്നതോടെ അത് സെപ്പറേറ്റ് ആയിട്ട് വരുന്നു. കളറും ചേഞ്ച് ചെയ്യും. കുക്കാവുമ്പോൾ കളറ് ബ്രൗൺ കളറായിട്ട് വന്നു. റെഡിഷ് കളറൊക്കെ പോയിട്ട് ബ്രൗൺ കളറായി വരുന്നുണ്ട്. മീറ്റെല്ലാം ചിക്കൻ മീറ്റ് ആയാലും ബീഫ് അങ്ങനെയുള്ള മീറ്റ് ഐറ്റംസ് എല്ലാം നമ്മളതിന്റെ ബ്ലഡ് ലൂസ് ഔട്ട് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ആ സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുക. ബ്ലഡ് ഉള്ള സമയത്ത് മീറ്റ് നമ്മൾ മസിൽസ് എന്നാ പറയാം. മസിൽസ് ഹാർഡായിരിക്കും. ബ്ലഡ് ലൂസ് ഔട്ട് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് ആ ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പൊ നമ്മളെല്ലാം ബ്ലഡ് എല്ലാം ഹാങ് ചെയ്ത് കളഞ്ഞു.
എല്ലാം നന്നായി മിക്സ് ആയിട്ടുണ്ട് അല്ലേ? മിക്സ് ആയിട്ട് വരുന്നു, കുക്കായി വരുന്നു. കുറച്ച് സ്പൈസസ് ആഡ് ചെയ്തിലേക്ക് ഒരു മീറ്റ് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. സോൾട്ട് ഇട്ടു, കുറച്ച് പെപ്പർ ഇടാം. ഇത് സ്പൈസി ആയിരിക്കും അല്ലേ? അത് ഓവർ സ്പൈസി ആയിരിക്കില്ല. ഇതിന് നമ്മൾ സ്പൈസ് എരിവിന് വേണ്ടി ചേർക്കുന്നത് കുരുമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന വെജിറ്റബിൾസ് ആണ്. ഇതിൽ ക്യാപ്സിക്കംസ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, സ്പിനാച്ച് ഉണ്ട്, സ്പ്രിംഗ് ഓണിയൻ എല്ലാം മിക്സ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഒരു റിച്ച് ഫീൽനെസ് കിട്ടും ഈ വെജിറ്റബിൾസ് കൂടി വന്നു. ഇപ്പൊ നമ്മൾ ചേർത്ത വെജിറ്റബിൾസിന്റെ ഒരു ഫ്ലേവർ വരുന്നുണ്ട്. ക്യാപ്സിക്കത്തിന്റെ ഒക്കെ നല്ല ഫ്ലേവർ. ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ